ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. ആരാണ് ഈ ഫ്രെഡറിക് സോറി? അദ്ദേഹം ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റാണ്, ഫ്രഞ്ച് ചിത്രകാരനാണ്. 1848 അദ്ദേഹം 4 ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിലെ ആദ്യത്തെ ചിത്രമാണ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന അധ്യായത്തിൻ്റെ ആദ്യത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ആദ്യമായി നമുക്ക് കാണാൻ സാധിക്കുക, യൂറോപ്പിലെയും അമേരിക്കയിലെയും ജനങ്ങൾ മാർച്ച് ചെയ്ത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ സല്യൂട്ട് ചെയ്ത് കടന്നു പോകും. ദേ ആർ മാർച്ചിങ് ആൻഡ് പേയിങ് ഹോമേജ് ടു സ്റ്റാച്യു ഓഫ് ലിബർട്ടി. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഒരു കയ്യിൽ ടോർച്ച് ഓഫ് എൻലൈറ്റൻമെൻ്റ് ആണ് ഉള്ളത്, മറ്റൊരു കയ്യിലോ ചാർട്ടർ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ. അടുത്തതായി നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഷാറ്റേഡ് ആയിട്ടുള്ള ചില ഇമേജസ് ആണ്, പൊട്ടിച്ചിതറിക്കിടക്കുന്ന ചില വസ്തുക്കൾ. എന്താണ് ഈ ചിത്രത്തിലൂടെ ഫ്രെഡറിക് സോറി പറയാൻ ശ്രമിച്ചത്? നമുക്ക് പരിശോധിക്കാം. ഇതിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫ്രീഡത്തെയാണ്. അക്കാലത്ത് ഫ്രാൻസിലും മറ്റും യൂറോപ്പിലും മറ്റും ആർട്ടിസ്റ്റുകൾ ഫ്രീഡത്തെ ഒരു ലേഡിയുടെ രൂപം കൊടുത്ത് റെപ്രസെൻ്റ് ചെയ്യാറുണ്ടായിരുന്നു. എന്തിൽ നിന്നുള്ള ഫ്രീഡമായിരിക്കും അന്നത്തെ കാലത്ത് ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക? തീർച്ചയായും അബ്സല്യൂട്ടിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള ഫ്രീഡമാണ്. എന്താണ് ഈ അബ്സല്യൂട്ടിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഉദ്ദേശിക്കുന്നത് മൊണാർക്കിയെയാണ്. മനുഷ്യനെ ചൂഷണം ചെയ്യുകയും ഏകാധിപത്യപരമായ രീതിയിൽ ഭരിക്കുകയും ചെയ്യുന്ന മൊണാർക്കി പോലുള്ള സ്ഥാപനങ്ങൾ തകർന്നടിയുന്നത് ഫ്രെഡറിക് സോറി സ്വപ്നം കാണുന്നു. അതാണ് ആ ചിത്രത്തിൽ ഷാറ്റേഡ് ആയിട്ടുള്ള ഇമേജസ് കാണിച്ചിരിക്കുന്നത്. അടുത്തതായി നേഷൻ സ്റ്റേറ്റ്സ് ഫോം ചെയ്യുന്നത് ഫ്രെഡറിക് സോറി ഈ ചിത്രത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്താണ് ഈ നേഷൻ സ്റ്റേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കോമൺ ഐഡൻറ്റിറ്റിയുള്ള, കോമൺ ഹിസ്റ്ററിയുള്ള ജനങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന പ്രദേശത്തെയാണ് നേഷൻ സ്റ്റേറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിലെ മിക്കവാറും ജനങ്ങൾക്ക് ഒരു കോമൺ ഹിസ്റ്ററി കാണും, അല്ലെങ്കിൽ അവരുടെ പിന്തുടർച്ച സെയിം ആയിരിക്കും. നേഷൻ സ്റ്റേറ്റ്സ് എന്ന ആശയം പൂർണ്ണമായും അങ്ങോട്ട് നിലവിൽ വരാത്ത ഒരു കാലത്താണ് ഫ്രെഡറിക് സോറി ഈ നേഷൻ സ്റ്റേറ്റിനെ തൻ്റെ ചിത്രത്തിൽ റെപ്രസെൻ്റ് ചെയ്തത്. ഹി വിഷ്വലൈസ്ഡ് പീപ്പിൾ ഓഫ് ദി വേൾഡ് ഗ്രൂപ്പ്ഡ് ആസ് ഡിസ്റ്റിങ്ക്റ്റ് നേഷൻ സ്റ്റേറ്റ്സ്. അവരെ അവരുടെ ഫ്ലാഗിലൂടെയും അവരുടെ കോസ്റ്റ്യൂമിലൂടെയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ സാധിക്കും. ബ്ലാക്ക്, റെഡ്, ഗോൾഡൻ എന്നീ കളറുകളുള്ള ഒരു ഫ്ലാഗ് ഫ്രെഡറിക് സോറി ജർമ്മനിക്ക് നൽകി. എന്നാൽ അക്കാലത്ത് ജർമ്മനിക്കാർ ഒരു രാജ്യമായി നിലവിൽ വന്നിട്ടില്ലായിരുന്നു.